ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ഞാൻ ഏകദേശം 3 വർഷമായിട്ട് താമസിച്ച് പഠിക്കുന്ന ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലാണ്. ഗൈസ്, അപ്പോൾ ഇവിടെ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള സീക്രട്സ് ഒക്കെ ഉണ്ട്. പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് സൂപ്പർ സ്റ്റാറിന്റെ സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ റൂമാണ് ഗൈസ് അവർ താമസിച്ചിരുന്ന റൂം. ലോക്ക് ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമ്മളെന്തായാലും പിന്നീട് ഒരു ദിവസം അത് കാണിച്ചു തരാം. ഈ റൂമിലെ പിള്ളേരൊക്കെ വരുമ്പോൾ റൂം തുറന്നകത്തുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ സങ്കടപ്പെടുത്തേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് പോകാൻ ദിവസമായി ഗൈസ്. ഞാൻ ഫൈനൽ ഇയർ ആണ്. അപ്പോൾ എന്തായാലും കോളേജൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകേണ്ട ദിവസമായി വരെയാണ്. അപ്പോൾ കുറച്ച് ഹാർട്ട് ബ്രേക്കിംഗ് ആണ് ഗൈസ് പറയണമെന്നാണ്. ഈ വഴി സൂപ്പർ സ്റ്റാറിനെ കണ്ടുള്ള മിക്ക ആൾക്കാർക്കും എന്തായാലും അറിയായിരിക്കും. ഇതുവഴിയാണ് ചവിട്ടി തുറന്ന് സൂപ്പർ സ്റ്റാറിന് ഇങ്ങനെ ഇറങ്ങിപ്പോണേ മെസ്സിലോട്ട്. ഇപ്പൊ ഈ വാതിൽ ഇങ്ങനെ തുറന്നിട്ടാണ് സൂപ്പർ സ്റ്റാറിന് നേരെ ഇറങ്ങി മെസ്സിലോട്ട് ഇങ്ങനെ നടന്നു പോണത്. ഇവിടുത്തെ മെസ്സ് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അതായത് ഈ മെസ്സിൽ വെച്ചിട്ടാണ് ഈ സിനിമയുള്ള ഒരു പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പാട്ടിന്റെ കുറെ ഭാഗങ്ങളൊക്കെ ഈ മെസ്സിന്റെ അകത്തോട്ടാണ് കടന്നു പോണേ. അതായത് ഇതുണ്ട് ഗൈസ്, ഇതാണ് മെസ്സ്. എനിക്ക് ഈ സ്ഥലം കാണുമ്പോഴത്തേക്ക് ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീനുണ്ട്. അതായത് മറ്റേ കറിയാണെങ്കിൽ മൂത്ത് വീഴുന്ന ഒരു സാധനമുണ്ട്. അതാണ് ഓർമ്മ പറഞ്ഞത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കുക്ക്. ഹലോ ചേട്ടാ, വെൽക്കം ടു ദ വ്ളോഗ്. ഓക്കെ, താങ്ക് യു. പിള്ളേരൊക്കെ വെള്ളം എടുക്കാൻ വന്നേ ഗൈസ്. നമുക്ക് ഇവിടെ ഒരു വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. ചൂട് സമയമല്ലേ ഗൈസ്, എല്ലാവരും വെള്ളമൊക്കെ എടുക്കണം. നല്ല കോൾഡ് ആയിട്ടുള്ള വാട്ടറൊക്കെ കിട്ടും. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഫിൽറ്റർ. അതിൽ നല്ല കോൾഡ് ആയിട്ടുള്ള വാട്ടർ കിട്ടും. ഇത് ഹോട്ട് വാട്ടർ, ഇത് നോർമൽ വാട്ടർ. അൻഫാലേ, എങ്ങനെയുണ്ട് വെള്ളമൊക്കെ? മധുരമുള്ള വെള്ളം. ഈ ഹോസ്റ്റലിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് സീനിയേഴ്സ് പറഞ്ഞു തന്നതാണ് ഇവിടെ വെച്ചിട്ടാണ് സൂപ്പർ സ്റ്റാറിനെ ഷൂട്ട് ചെയ്യുന്നതൊക്കെ. പക്ഷെ എനിക്ക് അപ്പോഴും വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്നുള്ള സംസാരിക്കാനുള്ളതും ഒരു എല്ലാ സാഹചര്യവും ഒത്തു വന്നില്ലേ വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ ഒരുമിച്ച് വന്നുകൊണ്ട് വീഡിയോ എടുക്കുകയാണ്. ഗൈസ്, ആലോചിച്ച് നോക്കിയോ ഗൈസ്, ഇവിടെ എന്നിട്ടാണ് മമത ബൈജ് സൂപ്പർ സ്റ്റാറിനെയൊക്കെ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എന്തോ ഒരു എന്താ പറയുക, ഒരു വേറൊരു ഫീൽ തന്നെയാണ് ഗൈസ്. നിങ്ങൾ പുറത്തേ നോക്കുമ്പോഴത്തേക്കും ഇത് നിങ്ങൾക്ക് വെറും ഒരു ഹോസ്റ്റൽ മാത്രമായിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുറേ അധികം സന്തോഷങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പിന്നെ കുറേ തമാശകളൊക്കെ ഉൾക്കൊള്ളണ ഒരു സ്ഥലമാണ് ഗൈസ്. കുറേ അധികം മെമ്മറീസ് ഇവിടെ ഉണ്ട്. അത് നല്ല സങ്കടമുള്ള മെമ്മറീസും ഉണ്ട്, നല്ല സന്തോഷമുള്ള മെമ്മറീസും ഉണ്ട് ഗൈസ്. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇതൊക്കെ നമ്മുടെ മമിത ബൈജുവും മറ്റേ സൂപ്പർ സ്റ്റാറിനെയൊക്കെ ഇറങ്ങി നടന്നു വന്ന വഴികളാണെന്ന്. ഗൈസ്, ഈ റൂമിലാണ് ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ റൂമിലുള്ള പിള്ളേർ വരുമ്പോഴത്തേക്കും അത് തുറന്ന് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരും. ഞാൻ നേരത്തെ ആ വീഡിയോ എടുത്തിട്ട് അത്യാവശ്യം കുറേ സമയമായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് രാത്രിയായി. ആ റൂമിലുള്ള പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറിനെയൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന റൂം. വേണം കഴിച്ചോ? വേണ്ട? ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് കുറെ അധികം വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് റൂമില്. ഈ ബോർഡിന്റെ വരച്ചിരിക്കണ ഇതിന്റെ മുകളിൽ ഒരു തൂവലുണ്ടായിരുന്നു ഗൈസ്. അത് നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ ഇതിൽ ഒട്ടിച്ച് വെച്ച തൂവലാണ്. നമ്മുടെ ഇവിടെ നേരത്തെ ഒരു സീനിയർ പുള്ളി ഉണ്ടായിരുന്നു. ആ പുള്ളിയാണെങ്കിൽ ശരണ്യ ഒട്ടിച്ച തൂവലെന്ന് പറഞ്ഞാൽ അതിനെടുത്തോണ്ട് വീട്ടിൽ പോയപ്പോ
ഗൈസ് പിന്നെ ഇവിടെ കുറെ ബെഡും കാര്യങ്ങളൊക്കെ അത് അവർ സെറ്റിൽ എന്തോ അറേഞ്ച് ചെയ്തതാണ്. അങ്ങനെയൊന്നല്ല, ഇപ്പോൾ ഹോസ്റ്റലിൻ്റെ അവസ്ഥ കുറച്ച് ശോചനീയമാണ്. ഇടയ്ക്ക് പുള്ളിക്കാർ ഒരു പഴത്തൊലി എറിയുന്നുണ്ട്. അപ്പോൾ അത് ഇതിൽ ഏതോ ഒരു ജനറലാണ് ഗൈസ് തൂങ്ങിക്കിടന്നേ. ഇപ്പൊ രാത്രി ആയതുകൊണ്ടാണ് ആ ഒരു വൈബ് കിട്ടാത്തത്. അല്ലെങ്കിൽ ഈ ജനൽ തുറക്കുമ്പോഴത്തേക്കും രാവിലെ അടിപൊളി വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കുറച്ചൊന്ന് ലൈറ്റായി പോയി ഗൈസ്. ആ ഒരു രാവിലത്തെ ഒരു ആംബിയൻസ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും. ഗൈസ് പിന്നെ ഈ കബോർഡിന്റെ ഈ റൂമിന്റെ ആംബിയൻസിനൊക്കെ കുറെ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ഇവിടെ താമസിച്ചിരുന്ന ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് വെച്ചിട്ട് അങ്ങനെ മാറി മാറി തന്നെയാണ്. ഇത് സിനിമ ഷൂട്ട് ചെയ്തിട്ട് അത്യാവശ്യം കുറെ കാലം കഴിഞ്ഞു ഗൈസ്. സോ കുറെ അധികം ഡിഫറൻസ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ശരണ്യയുടെ റൂമിന്റെ അടുത്ത് ബൈ പറഞ്ഞിട്ട് തിരിച്ചു പോയാണ്. അല്ലയാ ബൈ ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ചെറുക്കന് ചെറിയൊരു ശൈയായിരുന്നു. സോ അവൻ വെളിയിറങ്ങിയിരിക്കുകയായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടില്ല, ആ ചെറുക്കനാണ് റൂമിന്റെ ശരിക്കുള്ള ഓണർ. ബൈ ഇതാണ് സൂപ്പർ ഷെറിനെയൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന റൂം. ഇതാണ് ഗൈസ് നമ്മുടെ റൂം. അപ്പോൾ നമ്മുടെ റൂമൊക്കെ കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുകയാണ് ഗൈസ്. എന്നാലും ഞാൻ ഒരു POV ഇങ്ങനെ കാണിച്ചു തന്നിട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിനെ പറ്റിയുള്ള ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് ബൈ.